ഹലോ, അപ്പോൾ നമ്മളൊരു പുതിയ സംഭവം ട്രൈ ചെയ്യാൻ പോകണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. എന്താവുമെന്ന് ഭഗവാൻ അറിയാം. ഇത് ഞങ്ങൾ ഷോപ്പിംഗ് മാർക്കറ്റ് പോയപ്പോൾ അവിടെ കണ്ടതാണ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഇങ്ങനെ സീഡ്സ് വാങ്ങിയിട്ട്, ഇതിൻ്റെ പോപ്കോൺ സീഡ്സ് വാങ്ങിയിട്ട് അതിങ്ങനെ ഇങ്ങനെ പോപ്കോൺ ആക്കി കഴിക്കാറുണ്ട്. ബട്ട് ഇങ്ങനെ പാക്കറ്റ് ഫ്ലേവർ വരുന്ന ഒരു പാക്കറ്റ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. വീട്ടിൽ ആരുമില്ല, അച്ഛനും അമ്മയില്ല, ശിവാനിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എൻ്റേതായ പരീക്ഷണത്തിൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച അടുക്കളയായിരുന്നു. എന്തായാലും ലാസ്റ്റ് കാണാൻ എന്താണ് ഉണ്ടാവുന്നത് എന്ന്. ഈ പോപ്കോൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് അതിൽ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ അവർ തന്നെ ആ സീഡ്സിൻ്റെ ആ പാക്കറ്റിൽ ഗീ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഞാൻ പാനിലിട്ടു. എന്നിട്ട് നേരെ അവർ പ്രഷർ കുക്കറിൽ വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മൾ മൊത്തത്തിൽ അതിനനുസരിച്ച് കഴിഞ്ഞാൽ ആകെ എന്താ പോലെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഐഡിയാസും കൂടി ചേർത്ത് ഞാൻ പാനിൽ വെച്ചു. കുക്കിംഗ് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എൻ്റെ ജഗൻ കെ മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാനലാണ്. എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ചാനൽ. അതിൽ ഞാൻ കുറച്ച് 2-3 കുക്കിംഗ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫ്ലോപ്പായ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തോട്ട് പറഞ്ഞിട്ടില്ല. ഇത് ഫ്ലോപ്പായത് നല്ല നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോപ്കോൺ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. എല്ലാ പോപ്കോണും പൊട്ടി കഴിഞ്ഞിട്ട് ഒരു 2-3-4 സെക്കൻഡ്സും കൂടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് എനിക്കും അറിയില്ല. എന്നാലും അത് കുറച്ച് ഫ്ലോപ്പായി പോയി. അത് ഇല്ലെങ്കിൽ നമ്മുടെ സംഭവം സെറ്റായിരുന്നു കേട്ടോ. ഈ പുകയൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഓ അത് അടിപൊളിയായിരുന്നല്ലേ. പക്ഷേ അതല്ല, ഇത് കരിഞ്ഞേൻ്റെ പുകയാണ്. ആ അടുക്കള മൊത്തം സെറ്റായി പുകഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീൻ ദ ലെങ്സ്. പക്ഷേ അതല്ല, ഇത് പുകയായിരുന്നു. ദേവലോകം പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മാത്രമേ കരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഏറ്റവും ബോട്ടം സൈഡിൽ കടന്ന പോപ്കോൺ മാത്രം. അപ്പോൾ അതെന്ത് ചെയ്തു, ഞാൻ കുറച്ച് അതിൽ ഫ്ലേവർ ഉണ്ടായിരുന്നു, ടൊമാറ്റോ ഫ്ലേവർ ആയിരുന്നു. ഞാൻ കുറച്ചും കൂടി പാനിലിട്ടിട്ട് ആ ഫ്ലേവറും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. കുക്കിംഗ് ലോകത്തെ എല്ലാ ദൈവങ്ങളെയും വെച്ച് ഞാൻ ഇളക്കാൻ തുടങ്ങി. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കുറച്ച് മാത്രം ഫ്ലേവർ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് സാൾട്ട് ഇട്ട് വെച്ചു കേട്ടോ. ഇത് നമ്മൾ ആ ഫ്ലേവർ വെച്ച് മിക്സ് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടുകാരെ റിയാക്ഷൻ കണ്ടേ. ഞാൻ നമ്മുടെ റിയാക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പം തന്നെയുള്ള റിയാക്ഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ എടുക്കുന്നു, അതാ പോകുന്നു. ഹലോ, ചെറുതായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ശിവാനിക്കുട്ടി എടുത്താ. അപ്പോൾ ഇതാണ് ലൈവ് എക്സ്പ്രഷനാണ്. ഞാൻ വീഡിയോ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് കയറി വന്നത്. ജസ്റ്റ് കമോൺ. അപ്പോൾ അവിടുന്ന് ഫോണായിട്ട് അമ്മ വരുന്നു. അപ്പോൾ ഞാൻ പോപ്കോൺ, പക്ഷെ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ടേസ്റ്റ് കരൂ. അത് ഒരു ടൊമാറ്റോ ഫ്ലേവർ അതിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹൗ ഇസ് ഇറ്റ്? ഞാൻ നൈസട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. താങ്ക് യു.